പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാണമേ, രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങളുടെ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ 2 ദിവസമായി പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ജീവൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനമാണ് ധ്യാനിക്കുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ദൈവമായ കർത്താവ് വിക്കനായ മോശയെ ശക്തിപ്പെടുത്തുകയാണ്. മോശ പറയുന്നുണ്ട്, നീ വേറെ ആരെങ്കിലും നോക്ക്, എനിക്കിത് കഴിയില്ല. പക്ഷെ യേശുനാഥൻ അവനെ വിടുന്നില്ല. യേശു ചോദിക്കുകയാണ്, നിനക്കെന്നല്ല, മനുഷ്യനെ സംസാര ശക്തി തന്നത് ആരാണ്? കർത്താവിൻ്റെ ചോദ്യം കണ്ടോ? കർത്താവ് ചോദിക്കുകയാണ് അവന്, നിനക്ക് സംസാര ശക്തി തന്നത് ആരാണെന്നല്ല, മനുഷ്യൻ, ഓരോ മനുഷ്യനും, അതായത് 1000 കോടിയോളം മനുഷ്യർ ഇപ്പോൾ ഭൂമിയിലുണ്ടെന്ന്, അവർക്കെല്ലാം സംസാര ശക്തി തന്നത് ആരാണ്? കർത്താവ് പറയുന്നത്, ഞാനാണ്. അപ്പം നിന്റെ ബിക്ക് അവിടെ ഇരിക്കട്ടെ, അതൊരു മുള്ളായിട്ട് നീ കരുതിയാൽ മതി. അതേക്കുറിച്ച് നീ ആകുലതലാകേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. യേശു അവനെ വിടുന്നില്ല. അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ട് പോലും യേശുനാഥൻ മോശയെ വട്ടം പിടിച്ചിരിക്കുന്നു. പല അത്ഭുതങ്ങളും അടയാളങ്ങളും അവനെ കാണിച്ച് മാറ്റിയെടുക്കുകയാണ് ഹൃദയം. കാരണം പറവയുടെ അടുത്ത് സംസാരിക്കേണ്ടത് ഇവനാണ്. ദൈവമായ കർത്താവിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇസ്രായേൽ മക്കളെ പറവയുടെ അണ്ടയിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. യേശു പറയുന്നുണ്ട്, എന്നെ ആരാധിക്കാൻ നീ പിടിച്ചെടുത്തിരിക്കുന്ന ജനത്തെ മരുഭൂമിയിലേക്ക് വിട്ടയക്കുക. പറവ വിടുകയില്ല. മോശ കടും പിടുത്തം പിടിക്കുകയാണ്. ആ വചനങ്ങളെ നമുക്ക് നീ നാളെ മറ്റന്നാളെല്ലാം കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. മോശ പറഞ്ഞു, അവർ എന്നെ വിശ്വസിക്കുകയില്ല. അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയാണ്. മോശയും കർത്താവുമായിട്ട് വലിയൊരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും പറവയുടെ അടുക്കിലേക്ക് അയക്കണം. അതാണ് കർത്താവിൻ്റെ ഒരൊറ്റ ലക്ഷ്യം. ഒന്നും ഇല്ലാത്തവനെയാണ് നമ്മുടെ ദൈവമായ കർത്താവ് കയറി പിടിച്ചിട്ട് അവനെ ശക്തിപ്പെടുത്തുന്നത്. നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വിക്കനാണ് അവൻ. അവന് സംസാരിക്കാൻ പറ്റില്ല. ഒരു വാക്ക് പറയണമെങ്കിൽ വിക്കിയേ പറയുള്ളൂ. അതെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയിട്ട് പോലും കർത്താവ് വിടുന്നില്ല. കർത്താവ് പറയണം, മനുഷ്യർക്ക് സംസാര ശക്തി തന്നത് ആരാണ്? നിനക്കെന്നല്ല പറയണത്, മനുഷ്യ മക്കൾക്ക്. കേട്ടോ, ഞാനൊരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, കണ്ണിന് കാഴ്ച തന്നവൻ, സംസാര ശക്തി തന്നവൻ, ജീവശ്വാസം ഊതിയവനെ നിങ്ങൾ നന്ദി പറയുന്നുണ്ടോ? അവൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ ബൈബിളിൽ വായിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് കർത്താവ് മൂഢൻ. ഞാൻ പറയണല്ല, വചനത്തിൽ പറയുന്നുണ്ട്, സങ്കീർത്തനത്തിൽ. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ സംസാര ശക്തിയൊക്കെ നമ്മൾക്ക് എത്രയോ ഭാഗ്യവാനല്ലേ. ഇതെല്ലാം കർത്താവിൻ്റെ ദാനമാണ്. നമ്മൾ ശ്വസിക്കുന്ന ഈ ശ്വാസം, അത് മാത്രം നോക്കിയാൽ മതി അല്ലേ. ഇത് വലിയ അനുഗ്രഹമാണ്. അതുപോലും ശ്വസിക്കാൻ പറ്റാതെ ഓക്സിജൻ വെച്ച് കിടക്കുന്ന ചില വ്യക്തികളെ എനിക്കറിയാം. എത്ര രൂപ വേണമെന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ വെച്ച് കിടക്കപ്പോയാലും ശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് ദാനമായി തന്ന ഈ കണ്ണ്, ഈ അധരങ്ങൾ, സംസാരം, ഈ നടപ്പ്, ഇരിപ്പ്, കിടപ്പ്, ഉറക്കം, ഇതെല്ലാം കർത്താവിൻ്റെ ദാനമാണ്.
സുഖമായി ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങുന്നു, സുഖമായി എഴുന്നേൽക്കുന്നു. അതും കർത്താവിൻ്റെ ദാനമാണ്. അവിടെ നിന്ന് ഒരു പൈസ പോലും നമ്മുടെ അടുത്ത് നിന്ന് മേടിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. മോശയെ യേശുനാഥൻ കെട്ടിപ്പിടിക്കണം, നീ പോകരുത്, എൻ്റെ കൂടെ നിൽക്കും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്താം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവിടെ പോകുന്തോറും നമുക്ക് കാണാൻ പറ്റും പുറപാടിൽ മോശനെ എങ്ങനെയാണ് കർത്താവ് ശക്തിപ്പെടുത്തണേന്ന് നമുക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ. അടുത്ത വാക്ക്, എൻ്റെ വാക്ക് കേൾക്കുകയുമില്ല. മോശ പറയണം, എൻ്റെ വാക്ക് കേൾക്കുകയുമില്ല. കർത്താവ് നിനക്ക് പ്രതീക്ഷപ്പെട്ടിട്ടില്ല എന്ന് അവർ പറയും. നീ കർത്താവിനെ കണ്ടില്ലെന്ന് പറയൂര്. യേശു എന്താ പറഞ്ഞത്? മോശ പറഞ്ഞു, അവർ എന്നെ വിശ്വസിക്കുകയില്ല, എൻ്റെ വാക്ക് കേൾക്കുകയുമില്ല. കർത്താവ് നിനക്ക് പ്രതീക്ഷപ്പെട്ടിട്ടില്ല, നീ അവനെ കണ്ടിട്ടില്ലെന്ന് ഇവർ പറയും. ഹല്ലേലൂയ. യേശുവിനോട് പറയണം. അവിടുത്തെ ജനം അവനോട് പറയും. കാരണം അവനൊരു സാധാരണ മനുഷ്യൻ, ഒരു വിക്കൻ. എങ്ങനെ മനസ്സിലാകും ഞാൻ കർത്താവിനെ കണ്ടു, കർത്താവ് പറഞ്ഞു വിട്ടാണെന്നൊക്കെ പറഞ്ഞാലും അവർ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഹല്ലേലൂയ. കർത്താവ് അവനോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? കർത്താവ് മോശയോട് ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താണ്? അപ്പോൾ അവൻ്റെ കയ്യിലൊരു വടിയുണ്ട്. ഈ ആട്ടിടയന്മാർക്കൊരു വടിയുണ്ടാവും, ഒരു വളഞ്ഞ വടി, അത് അവൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഒരു വടി. അവിടുന്ന് കൽപ്പിച്ചു, അത് നിലത്തിടുക. കർത്താവ് മോശയെ ശക്തിപ്പെടുത്തുന്നു. ഇവനെ ശക്തിപ്പെടുത്തി ധൈര്യം കൊടുത്തിട്ട് വേണം പറവയുടെ അടുക്കിലേക്ക് വിടാനായിട്ട്, പറവയായിട്ട് സംസാരിക്കാൻ. ഹല്ലേലൂയ. എന്നാൽ യേശു പറയണം, നീ പൊക്കോ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ സംസാരിച്ചെന്ന് പറഞ്ഞാൽ അവൻ പോവില്ല, അവന് ഭയമാണ്. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തിയാണ്. വടി കൈ കൊടുത്തിട്ട് ആ വടീനെ എന്താ ചെയ്യണമെന്നുള്ളത് 3-ാം അധ്യായത്തിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഹല്ലേലൂയ. 3-ാം വാക്യത്തിൽ അവൻ വടി നിലത്തിട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. യേശു അവനോട് പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്നത് വടി, അത് നിലത്തിടുക. ആ വടി നിലത്തിടുക എന്ന് പറഞ്ഞു. നിലത്തിട്ടപ്പോഴത്തേനും അതൊരു പാമ്പായിട്ടാണ് മാറി. മോശ പേടിച്ചു പോയി. ഇതെന്തൊരു അത്ഭുതം! ആട്ടിടയന്മാർ ആടിനെ ഓടിച്ചിട്ടിരുന്ന ഈ വടി നിലത്തിട്ടപ്പോഴത്തേനും അത് വലിയൊരു സർപ്പമായിട്ടാണ് മാറിയത്. ഹല്ലേലൂയ. 4-ാം വാക്യം, മോശ അത് കണ്ട് അകന്നു മാറി, പേടിച്ചുപോയി. പേടിച്ചുപോയി പാമ്പിനെ കണ്ടപ്പോൾ. മോശ വേഗം പുറകോട്ട് മാറി. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്തു, കൈ നീട്ടി അതിൻ്റെ വാലിൽ പിടിക്കുക. യേശു പറയുന്നു, അവനെ ധൈര്യപ്പെടുത്തിയാണ്. അപ്പം ഈ വടി നിലത്തിട്ടപ്പോൾ പാമ്പായി മാറിയത് യേശുനാഥൻ ചെയ്ത അത്ഭുതമാണ് അല്ലേ? അപ്പം തന്നെ യേശുനാഥനെ വേറൊരു അത്ഭുതം കാണിച്ച പോലെ വടിയാക്കി ഇട്ടാൽ പോരെ. നോ, അവൻ്റെ കൈ കൊണ്ട് അതിനെ പിടിപ്പിക്കുകയാണ്. സർപ്പത്തിൻ്റെ വാലെ പിടിക്കാൻ പറയുന്നു കർത്താവ്. നിന്റെ പേടി, നിന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവ്. ഇതാണ് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, കൃപ. നമ്മളത് തിരിച്ചറിയണം. ശക്തിപ്പെടുത്തും നമ്മളെ. കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരാനുള്ള ശക്തി കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മളെ ബലപ്പെടുത്തും. ഒരു മനുഷ്യനിലും നമ്മൾ ആശ്രയിക്കേണ്ടി വരികയില്ല. വാലിൽ പിടിക്കുക. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചപ്പോൾ അത് വടിയായി തീർന്നു. വീണ്ടും പഴയതുപോലെ വടിയായി മാറി. ഹല്ലേലൂയ. 5-ാം വാക്യം, ഇത് താങ്കളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. കർത്താവ് പറയുന്നു, അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഞാൻ. എനിക്ക് അസാധ്യമായി വല്ലതുമുണ്ടോ?
എല്ലാം സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ഹല്ലേലൂയ. നിനക്ക് പ്രതീക്ഷപ്പെട്ടുവെന്ന് അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ് കർത്താവ് വീണ്ടും അരുളി ചെയ്തത്. കർത്താവ് വീണ്ടും അവനെ ശക്തിപ്പെടുത്താൻ കഴിയണം. അതെന്താണ് ചെയ്യണത്? നിന്റെ കൈ മാറിടത്തിൽ വയ്ക്കുക. നിന്റെ കൈ മാറിടത്തിൽ വയ്ക്കുക. അവൻ അത് മാറിടത്തിൽ വെച്ചു. അവൻ അപ്രകാരം ചെയ്തു. കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്തു, കുഷ്ഠമുള്ളവനായി കാണപ്പെട്ടു. ഒരു കുഷ്ഠമായിട്ട് അവൻ്റെ നെഞ്ചത്ത് കൈവച്ചെടുത്തപ്പോഴത്തേനും സംഭവിച്ചു. അത്ഭുതമായി വേണ്ട. കർത്താവിന് വലുതും അസാധ്യമായിട്ടുണ്ട്. അവിടെ മഞ്ഞ് പോലെ വന്ന് അത് കഴിഞ്ഞിട്ട് ഒരു കുഷ്ഠം പോലെ അവൻ്റെ നെഞ്ചത്ത് കാണപ്പെട്ടു. അവിടുന്ന് കൽപ്പിച്ചു, കൈ മാറിടത്തിൽ വയ്ക്കുക. അവൻ അപ്രകാരം ചെയ്തു. മാറിടത്തിൽ നിന്നും കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായി. അപ്പോൾ കുഷ്ഠം മഞ്ഞുപോലെ വന്ന് കുഷ്ഠമായി എന്നിട്ട് ഇങ്ങനെ നിൽക്കണത്. അപ്പോൾ യേശു പറഞ്ഞ് വീണ്ടും കൈവയ്ക്കാൻ പറഞ്ഞു. വീണ്ടും കൈവച്ചപ്പോൾ അത് പഴയതുപോലെയായി. വടി നിലത്തിടാൻ പറഞ്ഞു. അതിട്ടപ്പോൾ സർപ്പമായി ആയി. നീ അത് വാലിൽ പിടിക്കാൻ പറഞ്ഞു. അവൻ വാലിൽ പിടിച്ചു. അത് വടിയായി മാറി. ഹല്ലേലൂയ. കർത്താവ് ഓരോ അത്ഭുതങ്ങളും കാണിച്ച് അവനെ ശക്തിപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു. ഹല്ലേലൂയ. അവൻ്റെ ശരീരം പഴയ ശരീരം പോലെയായി വീണ്ടും കൈവച്ചപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. അവർ നിന്നെ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ ആദ്യത്തെ അടയാളത്തിൻ്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ രണ്ടാമത്തേതിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കാം. യേശു പറയുന്നത് രണ്ടാമത്തേതിൻ്റെ സാക്ഷ്യം സ്വീകരിച്ചേക്കാം. 9-ാം വാക്യം. ഈ രണ്ട് അടയാളങ്ങളും അവൻ വിശ്വസിക്കാതിരിക്കുകയും നിന്റെ സാക്ഷ്യം സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ നീ എന്താ പറയണമെന്ന് എഴുതിയോ? ഈ രണ്ട് അടയാളം കണ്ടിട്ടും അവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാതെ ഇരുന്നാൽ നീ ചെയ്യേണ്ട അടുത്ത അത്ഭുതം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് യേശു പറയണം. നീ നദിയിൽ നിന്നും കുറെ വെള്ളം എടുത്ത് കരയിൽ ഒഴിക്കുക. യേശു പറയണം, നീ ഒരു പാത്രം കൊണ്ട് അല്ലെങ്കിൽ ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് നദിയിൽ പോയിട്ട് വെള്ളം കോരിക്കൊണ്ട് വരിക. എന്നിട്ട് കരയിൽ ഒഴിക്കുക. അവൻ അപ്രകാരം ചെയ്തു. നദിയിൽ നിന്നും നീ എടുക്കുന്ന ജലം കരയിൽ രക്തമായി മാറും. അവൻ ആ വെള്ളം കൊണ്ടുവന്ന് കരയിലേക്ക് ഒഴിച്ചപ്പോഴത്തേനും അത് ചോരയായിട്ടാണ് മാറി. അടുത്ത അത്ഭുതം, 3-ാമത്തെ അത്ഭുതമാണ് കർത്താവ് മോശനെ കാണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോഴും അവർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്ന് നീ പരീക്ഷിക്കുക എന്നെല്ലാം കർത്താവ് ചോദിക്കുന്നുണ്ടാവും. യേശുവേ നന്ദി, യേശുവേ ആരാധന. മോശ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ഒരിക്കലും വകതിരിവുള്ളവനായിരുന്നില്ല. മോശ കർത്താവിനോട് പറയുന്നു, ഞാൻ ഒരിക്കലും ഒരാളുടെയും വകതിരിവ് ഇല്ലാത്തവനാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണെന്നൊക്കെ കർത്താവിനോട് പറയണിങ്ങനെ. ഒരു വകതിരിവ് ഇല്ലാത്തവനാണ് ഞാനിതൊക്കെ എങ്ങനെ ചെയ്യും, എനിക്ക് നടക്കുമെന്നൊക്കെ ഒരു പേടി, ഒരു ഭയം അവൻ്റെ ഹൃദയത്തിലേക്ക് വരയണം. ഹല്ലേലൂയ. അങ്ങ് ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ, അവൻ പറയണം, അങ്ങ് ഈ ദാസനോട് സംസാരിച്ചതിന് ശേഷവും അങ്ങനെ തന്നെ സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. ഇതൊക്കെ പറയണമല്ലോ അവിടെ ചെന്ന്. പറയുമ്പോൾ നാവിന് തടസ്സമുണ്ട്, വിൽക്കണം. ഭയങ്കര ഒരു വാക്ക് പറയണമെങ്കിൽ വിൽക്കുകയാണ് പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ അവർക്കും ഒരു ഇടർച്ചയുണ്ടാവും. അപ്പോൾ അവൻ പറയണത്, നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. കർത്താവ് അവനോട് ചോദിച്ചു, അടുത്ത വാക്യം
11 വാക്യം. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? 11 വാക്യം കേട്ടാ. പുറപ്പാട് 4:11. കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? നിനക്ക് സംസാര ശക്തി തന്നത് ആരാണെന്നല്ല കർത്താവ് ചോദിക്കണേ. മനുഷ്യ മക്കൾക്ക് സംസാര ശക്തി തന്നത് ആരാണ്? അതിലർത്ഥമുണ്ട്. അപ്പം നീ സംസാരിക്കുമ്പോൾ ഞാനായിരിക്കും അവരുടെ കൂടെ സംസാരിക്കണേന്നുള്ളതിൻ്റെ അർത്ഥമൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ കൃപയില്ലാത്ത കാരണം അവനത് മനസ്സിലാകുന്നില്ല. നീ സംസാരിക്കുക അവരുമായിട്ട്. അപ്പോൾ ബാക്കി കാര്യം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ യേശു പറയുന്നുണ്ടെങ്കിലും അവനൊരു ഭയമാണ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ആരാണ്, അടുത്ത വാക്യം കർത്താവ്, ആരാണ് അവനെ മൂകനും ബന്ധിരനുമാക്കിയത്, കാഴ്ചയുള്ളവനും കുരുടനും ആക്കുന്നത്? കർത്താവ് ചോദിക്കുകയാണ്, കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും മൂകനും ബന്ധിരനുമായ ഇങ്ങനെയൊക്കെ ആക്കിയത് ആരാണ്? കർത്താവായ ഞാനല്ലേ? എന്നിട്ട് കർത്താവ് ചോദിക്കുന്നത്, കർത്താവായ ഞാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? പിന്നെ നീ എന്തിന് പേടിക്കണം? കണ്ട, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെയധികം നന്നായിരിക്കും കേട്ടോ. നമുക്ക് സംസാര ശക്തി ഇല്ലാതെയാകുന്നതും ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ പിറവി മുതൽ മരണം വരെ നടക്കുന്നതും ചലിക്കുന്നതും ചിരിക്കുന്നതും അട്ടഹസിക്കുന്നതും ഓടുന്നതും എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. കർത്താവ് ഇവിടെ തുറന്ന് പറയുന്നത്, ഇതെല്ലാം തന്നത് ഞാനല്ലേ? ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. കണ്ട, കർത്താവ് പറയണം, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പേടിക്കണ്ട, നീ ധൈര്യമായി പോയിരിക്കുക. ഈ അടയാളങ്ങളെല്ലാം നീ കാണിക്കുക, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. യേശുവിൻ്റെ എന്തുമാത്രം, മോശ അധികം സംസാരിക്കുന്നില്ല, കർത്താവ് ഒരുപാട് സംസാരിക്കണം ഇവനോട്. കണ്ട, ധൈര്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശു ആരാധന. നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ച് തരും. കർത്താവ് പറയണം, നീ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരും. അപ്പം നീ അത് പറഞ്ഞാൽ മതി. നമ്മളോടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കില്ല. എന്നോടൊക്കെ പറഞ്ഞാൽ ഞാൻ അപ്പം ഓക്കെ, എൻ്റെ പെണ്ണിക്ക് കർത്താവേ അടിയൻ റെഡിയാണേ എന്ന് പറഞ്ഞാൽ ഞാൻ ചാടി വീഴും. മോശനെ പിടിച്ചിട്ട് വട്ടം പിടിച്ചിട്ട് അവൻ വിടാനില്ല. കാരണം അവന് പേടിയാണ്. എന്താണെന്ന് വിക്കാണ്. പിന്നെ എങ്ങനെ സംസാരിക്കും? ലളിയ. എന്നാൽ അവൻ അപേക്ഷിച്ചു. അവൻ പിന്നെ അപേക്ഷിക്കാൻ തുടങ്ങി, കർത്താവേ ദയവ് ചെയ്ത് മറ്റാരെങ്കിലും അയക്കണമേ. ഇത്രയൊക്കെ കാണിച്ചു കൊടുത്തിട്ടും മോശ പറയാനുണ്ട, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, അങ്ങ് വേറെ ആരെങ്കിലും അയക്കണമേ. പ്രാർത്ഥിക്കണത് എന്നെ വിട്ടുകളയുക കർത്താവേ. കർത്താവ് വിടുന്ന പ്രശ്നമില്ല. അപ്പോൾ കർത്താവ് മോശയോട് കോപിച്ചു. അവൻ ഇത്രയും പറഞ്ഞ് കർത്താവ് ഇത്രയും 3 അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ടും ഇവൻ ഈ അവസാനം പറയണണ്ട, കർത്താവേ എന്നെ വിട്ടേരെ, എനിക്ക് കഴിവില്ലാത്തവനാണ്, നീ വേറെ ആരെങ്കിലും നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ മല്ലടിക്കാണ് കർത്താവിനോട്. ഒട്ടനെ കർത്താവ് കോപിച്ചവനോട്. കർത്താവിന് ദേഷ്യം വന്നു. അതോട് പ്രത്യേകമായി തേക്കാണ് ലളിയ. മോശയോട് കോപിച്ച് പറഞ്ഞു, നിനക്ക് ഒരു സഹോദരനുണ്ടല്ലോ, അഹ്റോൻ എന്നൊരു സഹോദരനുണ്ടല്ലോ, അവൻ നന്നായി സംസാരിക്കുമെന്ന് എനിക്കറിയാം. അഹ്റോനെ പറ്റി പറയണം. നിനക്കൊരു സഹോദരനുണ്ടല്ലോ അഹ്റോൻ, അവന് വിൽക്കുന്നില്ല, അവൻ നന്നായിട്ട് സംസാരിക്കും. ഇതാ അവൻ നിന്നെ കാണാൻ വരുന്നു. അപ്പോൾ കർത്താവ് അവനോട് പറയുന്നു, നീ ഇവിടെ നിൽക്കണം ഒറ്റയ്ക്ക്, ആ സഹോദരൻ നിന്നെ കാണാൻ ഇതാ വരുന്നു. കർത്താവ് അവനെ കാണുന്നു. അവൻ വരണത് കർത്താവ് അറിയുന്നു. അപ്പോൾ മോശയോട് പറയണം, വേറൊരു അത്ഭുതം കാണിച്ചു കൊടുക്കുകയാണ്. നിന്റെ സഹോദരൻ ഉണ്ടല്ലോ അഹ്റോൻ, അവനെവിടെ? അവൻ അങ്ങോട്ട് ദൂര സ്ഥലത്താണ്. എന്നാൽ അവൻ വരുന്നുണ്ട് നിന്നെ കാണാൻ. കർത്താവ് വീണ്ടും അവനെ ശക്തിപ്പെടുത്തുന്നു. അപ്പോഴെങ്കിലും നീ ധൈര്യമായിരിക്കുക. ഹല്ലേലൂയ. 15-ാം വാക്യം. നിന്നെ കാണുമ്പോൾ അവൻ
സന്തോഷിച്ച് പറയും. കണ്ട കർത്താവ് പറയുന്നുണ്ട്, നിന്നെ കാണുമ്പോൾ അവൻ സന്തോഷിക്കും. സന്തോഷിച്ച് പറയേണ്ട വാക്കുകൾ നീ അവന് പറഞ്ഞു കൊടുക്കുക. എന്താണ് പറയേണ്ടതെന്ന് നീ അവന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവൻ സംസാരിച്ചോളും, നീ അവൻ്റെ കൂടെ നിന്നാൽ മതി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ പുറകിൽ ഞാൻ നിൽപ്പുണ്ടാവും. അപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അഹറോൻ സംസാരിച്ചോളും, നീ കൂടെ നിൽക്കുക, അതിൻ്റെ കൂടെ ഞാൻ നിൽക്കാമെന്ന് കർത്താവ് അവിടെ കാണുന്നു. ഹല്ലേലൂയ. ഞാൻ നിൻ്റെയും അവൻ്റെയും നാവിനെ ശക്തിപ്പെടുത്തും. ഉണ്ടാവും, ശക്തിപ്പെടുത്തും. പറയേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പം നിങ്ങൾ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല അവരോട് സംസാരിക്കുമ്പോൾ അവർ കേൾക്കാൻ പോകുന്നത്. കർത്താവ് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കാത്തവനും കേട്ടുപോകും, ഇരുന്നു പോകും കേൾക്കാനായിട്ട്. അല്ലല്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ആ സമയത്ത് ഞാൻ പഠിപ്പിച്ചു തരികയും ചെയ്യും. ധൈര്യപ്പെടുത്തുന്ന കർത്താവ്, ധൈര്യമായിട്ടിരിക്കുക. ഞാനാണ് പ്രവർത്തിക്കുന്നത്, ഞാനല്ലേ ഉള്ളത്. നീയൊക്കെ ഒരു ഉപകരണമായിട്ട് നിന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റുന്നു കർത്താവ് ഉറപ്പിച്ച് വാക്ക് കൊടുക്കുന്നത്. 16-ാം വാക്യം, അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് പകരം ജനത്തോട് സംസാരിക്കും. ആരാണ്? അഹറോൻ സംസാരിക്കും. അപ്പം നീ ധൈര്യമായിട്ടിരുന്നു. പക്ഷെ നീ അവിടെ നിൽക്കണം. കാരണം ഈ അഹറോനെ വിട്ടാൽ പോരെ ഫറവോയുടെ അടുക്കിലേക്ക്. ഫറവോ അവനെ ഓടിച്ചോളാണ്. കാരണം ഫറവോ ഒരു ക്രൂരനാണ്, അവൻ എന്ത് വേണേലും പറയാം. അപ്പോൾ അഹറോനെ അവൻ്റെ അടുക്കിലേക്ക് വിടാൻ പറ്റുന്നുള്ളതും കർത്താവിനെ അറിയാം. കർത്താവ് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. മോശയോടാണ് ചെയ്യുക. കാരണം മോശ വളർന്നത് അഹറോൻ്റെ കൊട്ടാരത്തിലാണ്, ഫറവോയുടെ കൊട്ടാരത്തിലാണ്. അപ്പോൾ ഫറവോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഫറവോ അത് അംഗീകരിക്കും. അതുകൊണ്ടാണ് കർത്താവ് മോശയെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അഹറോനെ തിരഞ്ഞെടുത്താൻ. അല്ലല്ലയോ? അവൻ നിന്റെ വക്താവായിരിക്കും, നീ അവന് ദൈവത്തെ പോലെയും. എന്താ? നീ അവര് ദൈവത്തെ പോലെയാണ് ആക്കുന്നത്. അപ്പം എന്ത് ചെയ്യാ? നിന്റെ സംസാര രീതിയൊക്കെ മാറും. നീ അവിടെ ചെല്ലുക, ഇടപെടുക എന്നൊക്കെ കർത്താവ് മോശയെ ശക്തിപ്പെടുത്തുന്നു. ഈ വടി കയ്യിൽ എടുത്തുകൊള്ളുക. മോശയോട് പറയുന്നത് പൊയ്ക്കൊള്ളുക. ഇപ്പം തന്നെ അഹറോനും നീയും പൊയ്ക്കൊള്ളുക, വടിയും കയ്യിലെടുത്തുകൊള്ളുക, ധൈര്യമായിരിക്കുക. ഞാൻ കാണിച്ച അത്ഭുതങ്ങളുണ്ടല്ലോ, ഓർക്കുന്നുണ്ടല്ലോ, അതെല്ലാം അവരുടെ മുമ്പിൽ വെച്ച് നീ ചെയ്യുക. അപ്പോൾ അവർ വിശ്വസിക്കും. പിന്നെയും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ കൈ മാറെടുത്ത് വയ്ക്കുക. അതെടുത്തു കഴിയുമ്പോഴവിടെ മഞ്ഞ് പോലെ വരും, അത് പിന്നെ കുഷ്ഠമായി മാറും. വീണ്ടും കൈ വയ്ക്കുമ്പോൾ അത് പൂർണ്ണസ്ഥിതിയിലാക്കുന്ന കർത്താവ് ഇവനെ ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവും ഞങ്ങളോട് കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴുള്ള സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവമായ കർത്താവേ, ഇതിൻ്റെ വചനം ഞങ്ങളുടെ കാതുകളെയും കണ്ണുകളെയും മനസ്സിനെയും തുറക്കണമേ എന്നും, ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും, എല്ലാ ഭയവും, രോഗപീഠകളെല്ലാം പ്രതിച്ഛാരമായി പോണമേ എന്നും, അവിടുത്തെ വചനം അയച്ച് അവരെ സഹിക്കപ്പെടണമേ എന്നും യേശു അപ്പൻ്റെ നാമത്തിൽ ഓരോ മകനെയും മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി.